എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസൈൻ ഓഫ് സ്റ്റെയർ കേസ് ആണ്. ഡിസൈൻ ഓഫ് സ്റ്റെയർ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ ആണ് നമ്മൾ ഇതിൽ ഡിസൈൻ ചെയ്യാനുള്ളത്. നമുക്ക് പഠിക്കാനുള്ളത് അത് തന്നെയാണ്. അപ്പോൾ അതിന്റെ ഡിസൈൻ എങ്ങനെയാണ്, ഡീറ്റെയിലിംഗ് എങ്ങനെയാണ്, അതിന്റെ ലോഡ് കാൽക്കുലേഷൻസ് എങ്ങനെയാണ് എന്നൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ ഒരു ഫിഗർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിൽ വയ്ക്കുക. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നത്തിങ് ബട്ട് എ വൺ വേ സ്ലാബ്. അതൊരു വൺ വേ സ്ലാബ് ആണ്. കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 1 മീറ്റർ വിഡ്ത്ത് ഉള്ള ഒരു ബീമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ അതിന്മേലുള്ള ലോഡ് കാൽക്കുലേഷൻസ് ആണ് ഡിഫറൻസ്. അതിൽ വരുന്ന ലോഡുകളാണ് കുറച്ച് ഡിഫറൻസ്. സാധാരണ ഒരു സ്ലാബിനെ അപേക്ഷിച്ച് ഇതിൽ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. സ്റ്റെപ്സ് വരുന്നുണ്ട്, വേസ്റ്റ് സ്ലാബ് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഇതിൽ വരുന്ന ഡിഫറൻസ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ സാധാരണ നമ്മൾ പഠിച്ചിട്ടുള്ള ബീമുകളിലൊക്കെ ഒരു കോൺസ്റ്റന്റ് യൂഡിയിലാണ് വരിക. ഇതിലാണെങ്കിൽ 2 യൂഡിയിൽ വരും, ഇങ്ങനെ ഒരു യൂഡിയിൽ വരും, ഇങ്ങനെ യൂഡിയിൽ വരും. അപ്പൊ ഇതിന്റെ മാക്സിമം ബെൻഡിങ് മൂവ്മെന്റ് ആയിരിക്കണം നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പൊ ഈ ഒരു ടൈപ്പ് പ്രോബ്ലംസ് നിങ്ങൾ സ്ട്രക്ചർ അനാലിസിസിൽ അല്ലെങ്കിൽ തിയറി ഓഫ് സ്ട്രക്ചേഴ്സ് 1-ലൊക്കെ ഇതിന്റെ ബെൻഡിങ് മൂവ്മെന്റ് ഡയഗ്രം വരയ്ക്കാൻ പഠിച്ചത് നിങ്ങൾ ഓർമ്മിക്കണം. അത് വെച്ചിട്ടാണ് നമുക്ക് ഇതിന്റെ ബെൻഡിങ് മൂവ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാം. ഡിസൈൻ ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ കേസ്. ഒരു സ്റ്റെയർ കേസ് ഡിസൈൻ ചെയ്യണം. ഓഫീസ് ബിൽഡിംഗ് ആണ്. ഹൈറ്റ് 3.2 മീറ്റർ ആണ്. റൈസ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെപ്പിന്റെ ഹൈറ്റ് ആണ് 160 മില്ലിമീറ്റർ. ട്രെഡ് നമ്മൾ കാല് വെക്കുന്ന ഭാഗത്തിന്റെ വീതിയാണ്, അത് 270 ആണ്. സാധാരണ ബിൽഡിങ്സിലൊക്കെ ഒരു 250 ടു ഒരു 350 ഒക്കെ കൊടുക്കാറുണ്ട്. 300 ആണ് എപ്പോഴും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ട്രെഡ്. ദെൻ വിഡ്ത്ത് ഓഫ് ദി ഫ്ലൈറ്റ്, നമ്മൾ കയറുന്ന സ്റ്റെപ്പിന്റെ വീതി, അത് 1.25 മീറ്റർ ആണ്. ലൈവ് ലോഡ് 5 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഫിനിഷ് ലോഡ് 0.6 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, ഈ ഒരു സ്റ്റെയർ സിംപ്ലി സപ്പോർട്ടർ ആയിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അതിന്റെ 2 സൈഡിലും 2 വാളുണ്ട്. വാളിന്റെ വിഡ്ത്ത് 230 mm ആണ്. M20 കോൺക്രീറ്റ്, Fe415 സ്റ്റീൽ. ദെൻ അസ്യൂം ദി മൈൽഡ് എക്സ്പോഷർ കണ്ടീഷൻ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ഇപ്പൊ നമ്മുടെ മനസ്സിൽ ഒന്നുമില്ല, ആകെ കൂടി ഒരു ബിൽഡിങ്ങും അതിന്റെ ഒരു റൂമും മാത്രമേ ഉള്ളൂ. ആ റൂമിന് എത്ര സ്ഥലം വേണമെന്ന് നമുക്കറിയില്ല, കാരണം ആ റൂമിനാണ് നമുക്ക് സ്റ്റെയർ ഉൾക്കൊള്ളിക്കേണ്ടത്. സോ നമ്മൾ സ്റ്റെയറിനെ 2 ഫ്ലൈറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഡോഗ് ലെഗ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് കയറുക, തിരിയുക, വീണ്ടും ഇങ്ങോട്ട് കയറുക. അതാണ് ഡോഗ് ലെഗ്ഡിന്റെ ഒരു പ്രത്യേകത. ഓക്കെ, സോ നമുക്ക് 2 ഫ്ലൈറ്റ് ഉണ്ട്. അപ്പോൾ ഒരു ഫ്ലൈറ്റിൽ നമുക്ക് കവർ ചെയ്യേണ്ട ദൂരം 1.6 ആണ്. ഈ ഒരു പോർഷൻസിൽ മൊത്തം നമ്മൾ കോമൺ സെൻസ് വെച്ച് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയണത്. ഓക്കെ, സോ 1.6 മീറ്റർ ആണ്. നമ്മുടെ റൈസർ 160 mm ആണ്. സോ ഇതിന് മീറ്ററിനെ മില്ലിമീറ്റർ ആക്കിയപ്പോൾ നമുക്ക് 10 റൈസ് വേണമെന്ന് മനസ്സിലായി. ഓക്കെ, ഇനി എപ്പോഴും നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം റൈസ് വേണോ അതിനേക്കാട്ടിലും ഒരു ഒരെണ്ണം കുറവായിരിക്കും നമ്പർ ഓഫ് സ്റ്റെപ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ട്രെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇപ്പോൾ 1, 2 ഇങ്ങനെ 1, 2, 3, ഇത് 3 റൈസ് ആയി. പക്ഷെ 2 ട്രെഡ് ആണ് അതിൽ വരുള്ളൂ. സോ 10 റൈസ് ഉണ്ടെങ്കിൽ 9 ട്രെഡ് ആണ് വരുള്ളൂ. സോ 9 ട്രെഡ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെങ്ത് ഓഫ് ദി ഗോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ട്രെഡ് ഉള്ള ഭാഗത്തിന്റെ ലെങ്ത് ആണ് ഗോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 9 ഇൻറ്റു ട്രെഡ് ആണ് വരിക. സോ 2430 എന്ന് വരും. ഇനി നമുക്ക് സ്റ്റെയറിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെയറിന് ഒരു വിഡ്ത്ത് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെയറിന്റെ വിഡ്ത്ത് തന്നെ എപ്പോഴും ലാൻഡിങ്ങിനും കൊടുക്കണം. ഓക്കെ, അതായത് നമുക്ക് എപ്പോഴും സ്റ്റെയറിന് സ്റ്റാർട്ടിങ്ങിൽ ഒരു ലാൻഡിങ് ഉണ്ടാവും, അതുപോലെ തന്നെ എൻഡിൽ ഒരു ലാൻഡിങ് ഉണ്ടാവും. സാധാരണ ഇപ്പോൾ ഒരു വീടൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് ചിലപ്പോൾ ഫ്ലോറിൽ നിന്നായിരിക്കും, ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നായിരിക്കും. പക്ഷെ അതിന് മുകളിലുള്ള എല്ലാത്തിനും ഒരു ലാൻഡിങ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ടിപ്പിക്കൽ ഡിസൈൻ ആയതുകൊണ്ട് 1.25 മീറ്റർ ആണ് വിഡ്ത്ത് ഓഫ് ലാൻഡിങ്. അപ്പോൾ 2 സൈഡിലും ഒരു ലാൻഡിങ് വരും. സോ ടോട്ടൽ ലെങ്ത് ഓഫ് ദി ഫ്ലൈറ്റ് ഇത്രയും വരും. ഓക്കെ, 2 സൈഡിലും ലാൻഡിങ്ങും ഗോയിങ്ങും കൂടി ആകുമ്പോൾ ഇത്രയും ലെങ്ത് വരും. ഈ 2 സൈഡിലും ഇത് വാളിന്റെ ഉള്ളിലേക്ക് കയറ്റിയിടണമല്ലോ. അപ്പോൾ സെന്റർ ടു സെന്റർ എടുക്കുമ്പോൾ ഇത്രയാണ് അതിന്റെ എഫക്റ്റീവ് ലെങ്ത് വരിക. This is the size calculations of a stair. ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള സ്റ്റെയർ. ഇതാണ് ഗോയിങ്, ഇതാണ് ലാൻഡിങ്, ഇതും ഒരു ലാൻഡിങ് ആണ്. ഇതിന്റെ വിഡ്ത്ത് 1.25 ആണ്. ആ വിഡ്ത്ത് തന്നെയാണ് നമ്മൾ ഇവിടെയും കൊടുത്തിട്ടുള്ളത്. എണ്ണി നോക്കുമ്പോൾ മനസ്സിലാവും 1, 2, 3, 4, 5, 6, 7, 8, 9 ട്രെഡ് ആണുള്ളത്. പക്ഷെ എണ്ണി നോക്കുമ്പോൾ അറിയാം 10 റൈസ് ഉണ്ടാവും. ഓക്കെ, നമുക്ക് ട്രയൽ ഡെപ്ത് ഇറ്റ്സ് സംതിങ് സിമിലർ ടു ദി ഡിസൈൻ ഓഫ് വൺ വേ സ്ലാബ്. സോ വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് ദി ട്രയൽ ഡെപ്ത്. സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബ് ആണ്. സോ 20 to 25 ആണ് എടുക്കുക.
നമ്മൾ 20 എടുത്തു. അപ്പോൾ D 258 കിട്ടി. നമ്മൾ റൗണ്ട് അപ്പ് ചെയ്ത് 260 ആക്കി. ദെൻ ആക്ച്വൽ ഡി കാണുകയാണ്. ആക്ച്വൽ ഡി കാണുമ്പോൾ 20 mm ഡയമീറ്റർ, 20 mm ക്ലിയർ കവറും 12 mm ആണ് ബാർ ഡയമീറ്റർ ഉപയോഗിക്കുന്നത്. സോ 234 mm ആണ് അതിൻ്റെ എഫക്റ്റീവ് ഡെപ്ത്. നമുക്കറിയാം എഫക്റ്റീവ് ഡെപ്ത് ആണ് നമ്മൾ സ്ട്രക്ചറൽ കാൽക്കുലേഷൻസിന് ഉപയോഗിക്കുക. ഇനി നമുക്ക് ലോഡ് കാൽക്കുലേഷൻ. ഓക്കെ, നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും സ്റ്റെയറിന് 2 പോർഷൻസ് ഉണ്ട്, ഗോയിങ്ങും ഉണ്ട് ലാൻഡിങ്ങും ഉണ്ട്. അപ്പോൾ ഇതിൽ രണ്ടിലും നമ്മൾ സെപ്പറേറ്റ് ആണ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഭാഗം തുടങ്ങിയപ്പോൾ തന്നെ കണ്ട പോലത്തെ ഒരു ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം അല്ലെങ്കിൽ ഒരു ലോഡിംഗ് ഡയഗ്രാം നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ നമുക്ക് ഫസ്റ്റ് ഇതുമ വരുന്ന വേസ്റ്റ് സ്ലാബിന്റെ വെയിറ്റ് നോക്കാം. വേസ്റ്റ് സ്ലാബിന്റെ തിക്നെസ് 260 ആണ് നമുക്കറിയാം. സാധാരണ നമ്മൾ 1x1x260 ഡെൻസിറ്റി ആണ് എടുക്കുക. പക്ഷെ ഇത് അത്ര എടുത്താൽ പോരാ, ഡിവൈഡ് ബൈ കോസ് ബീറ്റ എന്ന് പറയുന്ന ഒരു ടേമും കൂടി നമ്മൾ ചെയ്യണം. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ ഒരു 1 മീറ്റർ ലെങ്ത്തും 1 മീറ്റർ വിഡ്ത്ത് ആ ഡയറക്ഷനിൽ എടുക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്രയുമാണ് തിക്നെസ് എടുക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് ആക്ട് ചെയ്യുന്നത് ഇങ്ങോട്ടായിരിക്കും. ഓക്കെ, അതായത് നമ്മൾ ശരിക്കും ഹൊറിസോണ്ടൽ ലോഡിംഗ് ആണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ ഇത് ഹൊറിസോണ്ടൽ അല്ല, കുറച്ച് ഇങ്ങോട്ടാണ് ഇതിന്റെ ലോഡിംഗ് വരിക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഈ പറയുന്ന സ്ലാബിനെ ഇങ്ങനത്തെ ഒരു ലെവലിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ ഓക്കെ സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കോസ് ബീറ്റ എന്ന് പറയുന്ന ഒരു ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഇത്രയ്ക്കൊന്നും ബോധമാവേണ്ട ആവശ്യമില്ല, ഈ ഫിഗർ വരയ്ക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ സാധാരണ പോലെ 1x1x0.26 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു പ്ലെയിനിലേക്കാണ് ലോഡ് ആക്ട് ചെയ്യുക. ഓക്കെ, പക്ഷെ നമുക്ക് വേണ്ടത് അങ്ങനെയല്ല, നമുക്ക് ഹൊറിസോണ്ടലിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലോഡാണ് വേണ്ടത്. സോ വി ഹാവ് ടു ഡിവൈഡ് ദിസ് വാല്യൂ ബൈ എ കോസ് ബീറ്റ. ഇനി ബീറ്റ എന്താണ്? ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് ഓഫ് റൈസ് ബൈ ട്രെഡ് ആണ്. ഓക്കെ, ഒന്നുകിൽ ടാൻ ഇൻവേഴ്സ് ഓഫ് റൈസ് ബൈ ട്രെഡ് എന്ന് ഇവിടെ കൊടുക്കാം. ബീറ്റ കണ്ടുപിടിച്ചതിന് ശേഷം കോസ് ബീറ്റ കൊടുത്തു കഴിഞ്ഞാലും കിട്ടും. ഇനി അതല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. റൈസ് 160, ട്രെഡ് 270. സോ ഇത് 314 ആയിരിക്കും പൈതഗോറസ് തിയറം. അതിന്റെ വെച്ചിട്ട് എടുക്കുക കോസ് ബീറ്റ 270 ഡിവൈഡ് ബൈ 314. കണ്ട, അങ്ങനെ ആയാലും മതി. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ കിട്ടിയാലും കുഴപ്പമില്ല. ബീറ്റ കണ്ടുപിടിക്കുക, ദെൻ കോസ് ബീറ്റ കൊടുത്താലും കുഴപ്പമില്ല. സോ നമുക്ക് കിട്ടും 7.56 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. ഇനി അതുപോലെ തന്നെ സ്റ്റെപ്പിന്റെ വെയിറ്റ് ഉണ്ട്. സ്റ്റെപ്പിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ട്രയാങ്കിളിന്റെ ആണ് എടുക്കണേ. അപ്പൊ ട്രയാങ്കിളിന്റെ ഈ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് തിക്നെസ്സും ഇത്രയും ലെങ്ത്തും ഉള്ള ഇതിന്റെ മൊത്തം തിക്നെസിന്റെ പകുതി തിക്നെസ്സിലുള്ള ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ തന്നെയാണ്. നമുക്ക് അറിയണ കാര്യം തന്നെയാണത്, അല്ലെ? കാരണം ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് BH ആണ്. സോ ഹാഫ് ഹൈറ്റ് ഉള്ള ഒരു സാധനത്തിന്റെ BH എടുത്തു കഴിഞ്ഞാലും സെയിം ഏരിയയാണ് കിട്ടുക. ഈ ലോഡ് ആക്ട് ചെയ്യുന്നത് നേരെ താഴത്തോട്ട് ആയതുകൊണ്ട് കോസ് ബീറ്റയുടെ ഒന്നും ആവശ്യമില്ല. ഞാൻ പറഞ്ഞു തരുന്നതിന്റെ അർത്ഥം ഇത്രേ ഉള്ളൂ. നിങ്ങൾ സ്റ്റെപ്പിന്റെ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1x1 റൈസർ, ഈ റൈസറിന്റെ ഹൈറ്റിന്റെ പകുതി എടുക്കണം. സോ ഹാഫ് ഇൻറ്റു 0.16 × 25. സോ 2 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് കിട്ടി. അതുപോലെ ലൈവ് ലോഡ് 5 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ 1 മീറ്റർ എടുക്കുമ്പോൾ 5 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ആവും. ഫ്ലോർ ഫിനിഷ് 0.6 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അത് 0.6 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ആവും. ഓക്കെ, ടോട്ടൽ ലോഡ് മൊത്തം ആഡ് ചെയ്യുക. സോ 15.16 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. ഫാക്ടർ ചെയ്യുക. സോ 22.74. ദിസ് ഈസ് ദി ലോഡ് ഓൺ ഗോയിങ്. ഇനി ലാൻഡിങ്ങിൽ പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ലാൻഡിങ്ങിൽ ഡയറക്റ്റ് അങ്ങ് എടുത്താൽ മതി, സാധാരണ സ്ലാബിനെ പോലെ തന്നെയാണ്. സോ കോസ് ബീറ്റ എന്ന് പറയുന്ന ടൈം ഒന്നുമില്ല. ഈ തിക്നെസ് ഇവിടെ മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ മാറ്റിയാലും മാറ്റിയില്ലെങ്കിലും ഒരു പ്രശ്നമില്ല. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 260 ആണ് ഡെപ്ത് എടുത്തിട്ടുള്ളത്. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ഒരു 20 ആക്കി കൊടുത്തിട്ടുണ്ട്. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും 260 നമ്മൾ ഉദ്ദേശിക്കുന്നത് സെൻട്രലാണ്, അതായത് മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഉണ്ടാവുന്ന സ്ഥലത്താണ് 0.26 ഡെപ്ത് കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഇവിടെ അത്രയും ബെൻഡിങ് മൊമെന്റ് ഉണ്ടാവാത്തത് കൊണ്ട് അത്രയും ഡെപ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. സോ വി ക്യാൻ റെഡ്യൂസ് ദി ഡെപ്ത്. സോ വി ടേക്ക് 0.2 മീറ്റർ തിക്നെസ് അറ്റ് ദി ലാൻഡിങ്. ഓക്കെ, സോ അത് വെച്ച് ലോഡ് കാൽക്കുലേറ്റ് ചെയ്തു. 5 ലൈവ് ലോഡ് 5 തന്നെ. ഫ്ലോർ ഫിനിഷ് 0.6 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ആഡ് ചെയ്തു, ഫാക്ടർ ചെയ്തു. ഇനി നമുക്ക് ഇതിന്റെ ബെൻഡിങ് മൊമെന്റ് കാണാനായിട്ട് ഇതിന്റെ എഫക്റ്റീവ് സ്പാൻ ഒന്നും കൂടി കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ കോഡ് പ്രൊവിഷൻസ് നോക്കി. അപ്പൊ സെന്റർ ടു സെന്റർ നമുക്കറിയാം. ക്ലിയർ സ്പാൻ പ്ലസ് എഫക്റ്റീവ് ഡെപ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു.
എഫക്റ്റീവ് ഡെപ്ത് 0.234 ആണ്. സോ 5.3 ആണ്. ഇതിൽ മിനിമം ആണ് വരിക. സോ 5.16 തന്നെയാണ് നമ്മുടെ എഫക്റ്റീവ് സ്പാൻ. ഇതാണ് നമ്മുടെ ലോഡിംഗ് ഡയഗ്രാം. ഇതാണ് ഈ കഥയിലെ മെയിൻ ആയിട്ടുള്ള ഒരു കഥാപാത്രം. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ബെൻഡിങ് മൊമെന്റും ഷിയർ ഫോഴ്സ് വേണമെങ്കിൽ ഷിയർ ഫോഴ്സും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ഗോയിങ്, ദിസ് ഈസ് ലാൻഡിങ് ആൻഡ് ദിസ് ഈസ് ഓൾസോ ലാൻഡിങ്. Here we can write the load 22.74 kilonewton per meter, and here we can write 15.90 kilonewton per meter. Okay, ഇതിന്റെ ലെങ്ത് നമുക്കറിയാം 2.43 എന്നറിയാം. ടോട്ടൽ ലെങ്ത് 5.16 ആണെന്നറിയാം. സോ ഈ ഒരു ഭാഗത്തെ ലെങ്ത്തും ഈ ഒരു ഭാഗത്തെ ലെങ്ത്തും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. 5.16 മൈനസ് 2.43 ഡിവൈഡ് ബൈ 2, അതാണ് ഇവിടെയും വരിക. ആ വാല്യൂ 1.365 ആണ്. ഓക്കെ, ഞാൻ എഴുതിയിട്ടില്ല ഫിഗറിൽ, പക്ഷെ ഇവിടെ എടുക്കുന്നുണ്ട്. ഇനി സെൻട്രലിലുള്ള ബെൻഡിങ് മൊമെന്റ് കാണണം. ബെൻഡിങ് മൊമെന്റ് കണ്ട് പരിചയമുള്ളവർക്ക് ഇത് ജസ്റ്റ് ഒരു പ്രോബ്ലം മാത്രമാണ്. ഇറ്റ്സ് ആൻ അനദർ പ്രോബ്ലം ടു കാൽക്കുലേറ്റ് ദി ബെൻഡിങ് മൊമെന്റ് ഫോർ എ പർട്ടിക്കുലർ ലോഡിങ്. അത്രേ ഉള്ളൂ ഈ പ്രോബ്ലം. സോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അറിയാത്തവർ ശ്രദ്ധിക്കാം. നമുക്ക് ആദ്യം റിയാക്ഷൻ കാണാം. റിയാക്ഷൻ കാണുമ്പോൾ മൊത്തം UDLന്റെ പകുതിയാണ് വരിക. സോ ഈ ഒരു ലോഡ് ഇങ്ങോട്ട് വരും, ഈ ഒരു പിങ്ക് കളറുള്ളതിന്റെ പകുതിയും വരും. So 15.9 into 1.365 plus 22.74 into 2.43, അത് മൊത്തം വരില്ല, അതിന്റെ പകുതിയേ വരുള്ളൂ. സോ അതാണ് ഇവിടേക്കുള്ള റിയാക്ഷൻ വരിക. സോ 49.33 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. ഇനി അത് വെച്ച് ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ സെക്ഷൻ എടുക്കുക. ഇവിടെ നമ്മൾ സെക്ഷൻ എടുക്കുന്നു. ഫസ്റ്റ് റിയാക്ഷൻ ഇൻറ്റു ഈ ഡിസ്റ്റൻസ്. സോ 49.33 ഇൻറ്റു 2.58 അതാണ് ഇങ്ങോട്ട് ക്ലോക്ക് വൈസ് ആയിട്ട് വരുന്ന മൊമെന്റ്. വീണ്ടും സെക്ഷൻ എവിടെ എടുത്തു, ഇതിന്റെ ബെൻഡിങ് മൊമെന്റ് കാണണം. സോ 15.90 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ആണ് ഇൻറ്റു 1.365 ഇൻറ്റു 2.58 മൈനസ് 1.365 ബൈ 2. 1.365 എന്ന് ഇത്ര ഉണ്ട്, അതിന്റെ പകുതി എന്ന് പറയുമ്പോൾ ഇത്ര. സോ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ദൂരാണ് ഈ ഒരു ഇതിൽ എഴുതിയിട്ടുള്ളത്. 2.58 മൈനസ് 1.365 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ദൂരം. ഇനി നമുക്ക് ഇതിന്റെ ബെൻഡിങ് മൊമെന്റ് കാണണം, പിങ്ക് കളറിന്റെ. സോ 22.74 ഇൻറ്റു 2.43 ബൈ 2 ഇൻറ്റു 2.43 ബൈ 4 എന്നാണ് വരിക. ഓക്കെ, അതാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഇതിൽ 2.58 മൈനസ് ഈ ഒരു ദൂരം, സോ 1.365 പ്ലസ് ഇത് വരും, അതാണ് ഈ ഒരു വാല്യൂ എഴുതിയിട്ടുള്ളത്. സോ നമുക്ക് എന്ത് കിട്ടി, 69.30 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇത് നമുക്ക് സാധാരണ പോലെ തന്നെയാണ്, നമ്മൾ സാധാരണ കാണുന്ന പോലെ തന്നെ നമുക്ക് ഇതിന് വേണ്ട ഡെപ്ത് ചെക്ക് ചെയ്യാം. അപ്പൊ MU കൊടുത്തു, 0.138 FCK ആണ് RU കൊടുത്തു. സോ 158 ആണ് നമുക്ക് ഡെപ്ത് വേണ്ടത്, നമുക്ക് 234 ഉണ്ട്. സോ നമ്മൾ സേഫ് ആണ്. ഇനി PT കാണണം. PT കാണാനായിട്ട് നമ്മളുടെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. MUവിന്റെ സ്ഥാനത്ത് 69.30 ഇൻറ്റു 10⁻6 കൊടുക്കുക. സോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള AST കണ്ടുപിടിക്കുക. സോ നമുക്ക് 892 എന്ന് കിട്ടും. മിനിമത്തിനുള്ള ചെക്ക് ചെയ്യുക, 0.12% BD. സോ 312 എന്ന് കിട്ടും. ഇത് 892 312-നേക്കാളും കൂടുതലാണ്. സോ നമ്മൾ സേഫ് ആണ്. അതിന്റെ സ്പേസിങ് കാണാം, മെയിൻ റെയിൻഫോഴ്സ്മെന്റിന്റെ സ്പേസിങ്. സോ 225 mm എന്ന് കിട്ടും. നമ്മൾ ഉപയോഗിച്ചത് 16 mm കമ്പിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സോ റൗണ്ട് ഡൗൺ ചെയ്യുക, 220 കൊടുക്കുക. സോ 16 diameter ബാർ ഇൻ 220 സെന്റർ ടു സെന്റർ ആസ് എ മെയിൻ ബാർ ആയിട്ട് നമുക്ക് അത്രയും കൊടുക്കാം. നമുക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വേണം. അപ്പൊ ഇതാണ് മിനിമം റെയിൻഫോഴ്സ്മെന്റ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പേസിങ് കണ്ടുപിടിക്കുക. 1000 A5/AST 10 mm കമ്പിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സോ നമുക്ക് 251 കിട്ടി. റൗണ്ട് ഡൗൺ ചെയ്തു 250 ആക്കി. നമുക്ക് രണ്ട് റെയിൻഫോഴ്സ്മെന്റ്സും കിട്ടി. ചെക്ക് ഫോർ ഡിഫ്ലക്ഷൻ നമ്മളിതിൽ ചെയ്യുന്നില്ല, ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, സമയം ഉണ്ടെങ്കിൽ ചെയ്യാം. ഷിയറിന്റെ ചെക്കും ഇതിൽ മസ്റ്റ് അല്ല, ഇനി നിർബന്ധമാണെങ്കിൽ ചെയ്യാം. ഓട്ടോമാറ്റിക്കലി ഷിയർ ഒക്കെ വളരെ കുറവായിരിക്കും. അപ്പൊ നോക്കാം നമുക്ക്. നമ്മുടെ ഷിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ഷൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഷിയർ വരിക.
49.33 നേരത്തെ കിട്ടിയിട്ടുള്ള ലോഡിംഗ് ഡയഗ്രത്തിന്റെ റിയാക്ഷൻ ആണ്. BU/BD കൊടുത്തപ്പോൾ 0.2 ആണ് വരുന്നത്, വളരെ ചെറിയൊരു വാല്യൂ ആണ് വരുന്നത്. നമ്മൾ 0.38 കറസ്പോണ്ടിങ് ആയിട്ട് ഏകദേശം M20ക്ക് വാല്യൂസ് കണ്ട 0.36, 0.48 ഇതിന് താഴെ ഇടയിലാണ് വരുന്നത്. ഇതിനെ വെച്ച് നോക്കുമ്പോൾ വളരെ കൂടുതലാണ്. നമ്മൾ വളരെ സേഫർ സൈഡിലാണ്. സോ നമുക്ക് ഷിയറിന്റെ ചെക്ക് ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഡിഫ്ലക്ഷൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഡീറ്റെയിൽ ചെയ്യുക. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, മെയിൻ ബാർ താഴെയാണ് കൊടുത്തിട്ടുള്ളത്. കണ്ട 16 mm കമ്പി 220 സെന്റർ ടു സെന്റർ സ്പേസിങ്ങിലാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഓക്കെ, ത്രൂ ഔട്ട് കൊടുത്തിട്ടുണ്ട്, അടിയിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ഇത് ഡിസ്ട്രിബ്യൂട്ടർ ആണ്, ഇത് ഡിസ്ട്രിബ്യൂട്ടർ ആണ്, ഇത് ഡിസ്ട്രിബ്യൂട്ടർ ആണ്, ഇത് ഡിസ്ട്രിബ്യൂട്ടർ ആണ്, ഡിസ്ട്രിബ്യൂട്ടർ ആണ്. ഇവിടെ മുഴുവൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ്. ആ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഒക്കെ കൊടുത്തിട്ടുള്ളത് 10 mm റീൻഫോഴ്സ്മെന്റ് 250 സെന്റർ ടു സെന്ററിലാണ്. ഓക്കെ, 250 സെന്റർ ടു സെന്ററിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സ്റ്റെപ്സിന് ഇതിൽ ഒരു സ്ട്രക്ചറൽ സിഗ്നിഫിക്കൻസും ഇല്ല. ഒരു സ്റ്റെയറിന്റെ ലോഡ് എടുക്കുന്ന ഭാഗം അതിന്റെ വേസ്റ്റ് സ്ലാബ് ആണ്. സംഭവം പേരിൽ ഒരു വേസ്റ്റ് ഉണ്ടെങ്കിലും ഇറ്റ്സ് നോട്ട് എ വേസ്റ്റ്, ഇറ്റ്സ് വേസ്റ്റ് സ്ലാബ്. ഓക്കെ, സോ ലോഡ് എടുക്കുന്നത് മൊത്തം വേസ്റ്റ് സ്ലാബ് ആണ്. ഇറ്റ്സ് എ ലോഡ്, അത്രേ ഉള്ളൂ. സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ലോഡാണ്. നിങ്ങൾ ചില സ്റ്റെയർ ഒക്കെ കണ്ടിട്ടുണ്ടാവും, പണ്ട് ഇഷ്ടി കൊണ്ട് പണിതിട്ടുള്ള സ്റ്റെയറുകൾ. ഈ സ്ലാബ് വാർത്തിടും, ബാക്കിയുള്ളത് ഇഷ്ടി കൊണ്ട് പണിയും, അങ്ങനെ ചെയ്യാറുണ്ട്. ഓക്കെ, സോ അതാണ്. ഇനി ഈ ഒരു ഭാഗത്ത്, മോൾ ഭാഗത്ത് കുറച്ച് ഹോഗിങ് മൊമെന്റ്സ് ഉണ്ടാവും. അപ്പൊ ആ ഹോഗിങ് മൊമെന്റ്സിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ നമ്മൾ എന്ത് കൊടുക്കും? ഡിസ്ട്രിബ്യൂഷൻ റീൻഫോഴ്സ്മെന്റ് മുകളിൽ കൊടുക്കും. 10 mm കമ്പി, ഇത് ഡിസ്ട്രിബ്യൂഷൻ റീൻഫോഴ്സ്മെന്റ് ആണ്. പക്ഷെ ഇവിടെ കൊടുത്തിട്ടുള്ളത് മെയിൻ റീൻഫോഴ്സ്മെന്റ് ആയിട്ടാണ്, മുകൾ ഭാഗത്ത് കൊടുക്കും. അത് എല്ലാ സ്ലാബ് നോക്കിയാൽ അറിയാം. സ്ലാബിന്റെ ഒക്കെ എൻഡിൽ നമ്മൾ എന്ത് കൊടുക്കും? ഹോഗിങ് റീൻഫോഴ്സ്മെന്റ് കൊടുക്കും. അതുപോലെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ ആണ്. ഈ ഒരു പോർഷൻ നിങ്ങളുടെ സ്ട്രക്ചേഴ്സിൽ നിങ്ങൾക്ക് ഒരുപാട് കാണാൻ പറ്റും. ഇപ്പൊ നമുക്ക് സ്ലോപ്പ്ഡ് റൂഫിലൊക്കെ കാണാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഇത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും തിയറിറ്റിക്കലി നമുക്ക് ഈ റീൻഫോഴ്സ്മെന്റ് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കൊടുത്താൽ മതി. 16 mm കമ്പി 220 കൊണ്ടുപോയിട്ട് കൊടുത്താൽ മതി. പക്ഷെ നമ്മൾ ഈ ഒരു കമ്പി നേരെ ഇങ്ങോട്ട് വളച്ചു കൊടുക്കില്ല. ഈ ഒരു കമ്പി നേരെ മുകളിലോട്ടാണ് കൊടുക്കുക. അതുപോലെ ഇവിടെ നിന്ന് വരുന്ന കമ്പി നമുക്ക് താഴത്തോട്ട് കൊടുത്താൽ മതി. തിയറിറ്റിക്കലി ഇറ്റ്സ് ഓക്കെ, ബട്ട് വി ആർ പ്രൊവൈഡിങ് ലൈക്ക് ദീസ്. ഈ കമ്പി ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങോട്ട് കൊടുക്കും. ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോ ഇങ്ങനെയാണ് കമ്പി കൊടുത്തതെന്ന് വിചാരിക്കുക, ഈ കമ്പി വളച്ചു കൊടുത്തു എന്ന് വിചാരിക്കുക. സ്വാഭാവികമായിട്ടും ഈ ഒരു റീൻഫോഴ്സ്മെന്റിൽ ടെൻഷനാണ് വരിക. ടെൻഷൻ വരുമ്പോൾ ഈ ഒരു ബെൻഡ് സ്ട്രെയിറ്റ് ആവാൻ നോക്കും. ഓക്കെ, ഇങ്ങനെയൊക്കെ എടുക്കുന്ന ബെൻഡ് സ്ട്രെയിറ്റ് ആവാൻ നോക്കും. അപ്പൊ സ്റ്റെയറിന്റെ ഇവിടെ പൊളിച്ചിട്ട് ഈ കമ്പി പതുക്കെ പുറത്തേക്ക് വരും. മനസ്സിലായില്ലേ? ഇങ്ങനെ ഒരു ഇത് വരും. അപ്പൊ അത് കാരണം കൊണ്ട് അത് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ ഈ ഒരു കമ്പീനെ നേരെ മുകളിലേക്ക് വിട്ടത്. അപ്പൊ കുറച്ചും കൂടി ഇതിന് എന്തായി, ഗ്രിപ്പിംഗ് കൂടി. അപ്പൊ ഇവിടെ എന്ത് വരുമ്പോൾ ടെൻഷൻ വരില്ല. സോ ഇറ്റ്സ് ഹാവ് an additional ഡെവലപ്മെന്റ് ലെങ്ത് കൂടുതലാണ്. ഇവിടെ നിന്നോട്ട് ഇവിടം വരെയുള്ള ലെങ്ത് ഉണ്ട്. അപ്പൊ അതൊന്ന് വലിച്ചൂരി പുറത്തേക്ക് കൊണ്ടുപോകാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഈ ഒരു കമ്പനിയെ സംബന്ധിച്ചും ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ലെങ്ത് ഒരു ഡെവലപ്മെന്റ് ലെങ്ത് ആയിട്ട് കൊടുക്കും. അപ്പൊ അതും പ്രശ്നമില്ല. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റെയറിൽ തിയറിറ്റിക്കലി ഇങ്ങനെ കൊടുത്താലും പ്രാക്ടിക്കലി അങ്ങനെ കൊടുക്കാതിരിക്കാനായിട്ടുള്ള കാരണം. ഓക്കെ, ഇറ്റ്സ് വെരി ഈസി. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.